എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചവറ, കൊറ്റംകുളങ്ങര, ശങ്കരമംഗലം, KMML വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. വീഡിയോ ആരംഭിക്കുന്നത് ചവറ പാലത്തിൽ നിന്നാണ്. നീണ്ടകര മുതൽ ചവറ പാലം വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഐകാർഡിലും എൻ്റെ സ്ക്രീനിലും ആഡ് ചെയ്തേക്കാം. വിശ്വസമുദ്ര കൺസ്ട്രക്ഷനാണ് ഈ ഭാഗത്തെ വർക്കുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. ചവറ ജംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ നിന്നും മുന്നോട്ട് കൊറ്റംകുളങ്ങര ഭാഗത്തേക്ക് പോയി നോക്കാം. ഇവിടെ ചില ഭാഗങ്ങളിൽ മാത്രം സർവീസ് റോഡിന് വേണ്ടി മണ്ണ് കൊണ്ടിട്ട് നിരപ്പാക്കിയിട്ടുണ്ട്. ഇടവിട്ടുള്ള സ്ഥലങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് ഭാഗത്ത് മെറ്റലുകൾ കൊണ്ട് അടിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട്. വാട്ടർ കണക്ഷൻ്റെ ആവശ്യമായിട്ടുള്ള വലിയ കറുത്ത പൈപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നതായി കാണാം. കൂടാതെ സർവീസ് റോഡിനും മെയിൻ റോഡിനും ആവശ്യമായ മണ്ണ് നിരത്തുന്ന വർക്കും നടക്കുന്നുണ്ട്. ഇവിടെ നിന്നും കൊറ്റംകുളങ്ങര ഭാഗത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിലേക്കാണ് പോകുന്നത്. അണ്ടർപാസിൽ എത്തുന്നതിന് മുന്നേ സർവീസ് റോഡുകളുടെ വർക്ക് കംപ്ലീറ്റ് ആക്കി വാഹനങ്ങൾ ഇപ്പോൾ അതുവഴിയാണ് കടത്തിവിടുന്നത്. അണ്ടർപാസിൽ എത്തുന്നതിന് മുന്നേ സർവീസ് റോഡുകളിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. അത് ഒരു നല്ല കാര്യമായി തോന്നുന്നു. വാഹന അപകടങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ഇതിലൂടെ കഴിയും. ഇവിടെ നിന്നും റൈറ്റിലേക്ക് പോകുന്നത് കൊറ്റംകുളങ്ങര അമ്പലത്തിലേക്കാണ്. കൊറ്റംകുളങ്ങര നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ പകുതി ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി പകുതി ഭാഗത്തെ കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി ഇവിടെ നിന്നും നേരെ ശങ്കരമംഗലം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയും വർക്കുകൾ പുരോഗമിച്ചിട്ടില്ല. സർവീസ് റോഡിൻ്റെ സ്ഥലത്ത് മെറ്റൽ നിരത്തിയതായി മാത്രം കാണാവുന്നതാണ്. പല സ്ഥലങ്ങളിലും കൾവർട്ടുകളുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതേയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, റോഡിന് കുറുകെ കൾവർട്ടുകൾ ഫിക്സ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് നല്ലയിടത്ത് ജംഗ്ഷൻ ഭാഗത്താണ്. ഇവിടെ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും വർക്കുകൾ കുറച്ച് ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഒന്നിടവിട്ടാണ് ചെയ്തിരിക്കുന്നത്. റോഡിൻ്റെ ഒരു സൈഡിൽ വാട്ടർ കണക്ഷന് വേണ്ടിയിട്ടുള്ള കറുത്ത പൈപ്പുകൾ നിരത്തിയിരിക്കുന്നതായി കാണാം. ഇവിടെ നിന്നും നേരെ ശങ്കരമംഗലം ഭാഗത്തേക്കാണ് പോകുന്നത്. നീണ്ടകര മുതൽ നോക്കുകയാണെങ്കിൽ ഇവിടെയെല്ലാം ഒരേ രീതിയിലുള്ള വർക്കാണ് നടന്നിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ മെയിൻ റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ക്രാഷ് ബാരിയറുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഇവിടെയില്ല.
ഇവിടെ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ശങ്കരമംഗലത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസാണ്. അതിനുവേണ്ടിയുള്ള ആറിവാൾ വർക്ക് നടക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള പഴയ നാഷണൽ ഹൈവേ വഴിയാണ് ഇപ്പോൾ പോകുന്നത്. റോഡ് മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് വീഡിയോയിൽ ചെറിയ ഷേക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ നേരെ കാണുന്നതാണ് ശങ്കരമംഗലത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസ്. അണ്ടർപാസിനോട് അനുബന്ധമായിട്ടുള്ള ആറിവാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ആറിവാൾ ബ്ലോക്കുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൊറ്റംകുളങ്ങരയിലും ശങ്കരമംഗലത്തും വളരെ ചെറിയ 2 അണ്ടർപാസുകളാണ് നിർമ്മിക്കുന്നത്. അണ്ടർപാസിൻ്റെ വടക്ക് ഭാഗത്തും ആറിവാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അണ്ടർപാസിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിന് വേണ്ടി 2 സൈഡിലും ഇപ്പോൾ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ നിന്നും മുന്നോട്ട് പോകുന്നത് KMMLന് മുന്നേ സ്ഥാപിക്കുന്ന അണ്ടർപാസിന് അടുത്തേക്കാണ്. ആ അണ്ടർപാസിന് ആവശ്യമായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ആറിവാൾ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും മണ്ണിട്ട് നിരത്തുന്ന വർക്കാണിപ്പോൾ കാണുന്നത്. അല്പം വലിയ വെഹിക്കുലർ അണ്ടർപാസാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അണ്ടർപാസിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ നിന്നും റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് ശാസ്താംകോട്ട ഭാഗത്തേക്കൊക്കെ പോകാം. ഇവിടെ നിന്നും മുന്നോട്ട് പന്മന ഭാഗത്തേക്കാണ് പോകുന്നത്. അണ്ടർപാസിനോട് ചേർന്ന് വടക്ക് ഭാഗത്തുള്ള ആറിവാളിൻ്റെ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ഇവിടെയും മണ്ണ് കൊണ്ടിട്ട് നിരത്തുന്ന വർക്കാണ് നടക്കുന്നത്. ഇവിടെ നിന്നും കരുനാഗപ്പള്ളി വരെ പോയി വീഡിയോ അവസാനിപ്പിക്കാമെന്ന് കരുതിയതാണ്. അതിഭയങ്കരമായ ചൂടും വെയിലും ആയതിനാൽ ഇവിടെ നിന്നും തിരിച്ച് പോയി ഇടത് സൈഡിലെ കാഴ്ചകൾ കാണാം. ഇനി കുറച്ചു ദൂരം സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് KMMLന് മുന്നിൽ സ്ഥാപിക്കുന്ന അണ്ടർപാസിന് വേണ്ടിയുള്ള ആറിവാൾ വർക്ക് നടന്ന ഭാഗമാണ്.
ഇപ്പോൾ കാണുന്നത് ശങ്കരമംഗലത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് കൊറ്റംകുളങ്ങര ഭാഗത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ വർക്കാണ്. ഇവിടെയും സർവീസ് റോഡ് കുറച്ച് ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ ചവറ പാലത്തിൻ്റെ അടുത്ത് ചെന്ന് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം.
കല്ലുംതാഴം മുതൽ കേമമൽ വരെയുള്ള വീഡിയോ ആണ് ഇപ്പോൾ ലാസ്റ്റ് 4-5 ദിവസമായി നിങ്ങൾ കണ്ടത്. മറ്റൊരവസരത്തിൽ കരുനാഗപ്പള്ളി വരെയുള്ള വീഡിയോയുടെ അപ്ഡേറ്റുമായി വരാം. കല്ലുവാതിക്കൽ, ചാത്തന്നൂർ, കൊട്ടിയം, ഉമയനല്ലൂർ, മേവറം ഭാഗത്തെ അപ്ഡേറ്റുമായി ഉടൻ എത്തുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.